പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ ടോപ്പ് സിംഗർ സീസൺ 6 പാട്ടുകാരെല്ലാവരും ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ നന്നായി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, നന്നായി ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നും നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകളും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം ആര്യ ചേച്ചി. ഇനി വരാൻ പോകുന്നത് പെർഫോമൻസ് റൗണ്ട് ആണ്. ആ റൗണ്ടില് നമ്മൾ ഇവിടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. കുട്ടിയാണോ വരാൻ പോകുന്നത്? ആ മേഴ്സി കുട്ടി, ഒരു മേഴ്സി ഇല്ലാന്ന് പല കുട്ടികളും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം മേഴ്സി കുട്ടി അഥവാ മേഴ്സി ഇല്ലാത്ത കുട്ടി ഓൺ സ്റ്റേജ്. മെർസി, എന്തോ കുട്ടി എന്റെ പേരിന്റെ വില കളഞ്ഞു എന്ന് കേട്ടു ഞാൻ. അതെ, നീ ദേഹോപദ്രവം ചെയ്യുന്നുള്ളവരെ. ആ കുറച്ച് ഒരുപാട് കംപ്ലൈന്റ്സ് ആണല്ലോ. ഫുൾ കംപ്ലൈന്റ്സ്. ഉപദ്രവിക്കണം, എല്ലാരും ഉപദ്രവിക്കോ? ആ ഞാൻ മേക്കപ്പ് ചെയ്യണ ചേട്ടന്മാരൊക്കെ ഉപദ്രവിക്കും. അവരെ മാത്രം ഉപദ്രവിക്കുള്ളൂ. ഓ, അപ്പൊ നമുക്ക് സേഫ് ആണോ? നമ്മൾ സേഫ് ആണോ? അതെ. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീഴ്ചയുടെ ദിവസങ്ങളായിരുന്നില്ലേ? അതെ, സൈക്കിളിൽ പോയപ്പോ വീണു, സൈക്കിള് പോയപ്പോ വീണു. അതേപോലെ ഇടവഴി കൂടെ പോയപ്പോ അവിടെ വീണു. എവിടെയോ തലയടിച്ചു പോയിട്ടുണ്ട്. അതെ, പിന്നെ എവിടെയൊക്കെ വീണു? അവിടെ രണ്ടിടത്ത് മാത്രമേ വീണിട്ടുള്ളൂ. ആണോ? തൽക്കാലത്തേക്ക് അവിടെ മാത്രമേ വീണിട്ടുള്ളൂ. ഇതൊരു തീരുമാനാക്കൂ. അമ്മേ, നല്ല കടി കിട്ടാറുണ്ടല്ലേ? അനിയനോട് ചോദിക്കാറ്. അവന്റെ മുഖം കണ്ട എടാ ഉപദ്രവിക്കോടാ ചേച്ചി? എന്തിനാ കുട്ടി കടിക്കുന്നേ? അതൊരു സുഖം. കടി കിട്ടുന്നവർക്ക് തീരെ സുഖമില്ല, വേദനയാവും. അത് ശരി. അപ്പൊ ഉപദ്രവിച്ച് ഇങ്ങനെ സുഖിക്കുക അല്ലേ? പാട്ടിലെ ശ്രദ്ധയുണ്ടോ? ഉണ്ട്. ഇത് പാട്ടാണ് തങ്കത്തോണി. അതാണ് ഈ വേഷത്തിൽ വന്നേക്കണേ അല്ലേ? അതെ. തെന്മലയോരം കണ്ടോ? കണ്ടു. എന്നിട്ട് പാലക്കൊമ്പിൽ പോയോ? പോയി. എന്നിട്ട് പാൽക്കാവടി എടുത്തോ? എടുത്ത്. അപ്പൊ കന്നിയിലെ കൊമ്പിൽ എന്ത് സംഭവിച്ചു? അതങ്ങനെ ചോദിച്ച വരികളൊക്കെ പഠിച്ചു കഴിഞ്ഞു മീനൂട്ടി. ഡീറ്റെയിൽസ് പറയട്ടെ. മറന്നുപോയി, എല്ലാം മറന്നുപോയി. അല്ലേ, മറന്നു പോയിട്ടൊന്നുമില്ല. ഏതായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കണേ? മഴവിൽ കാവടി. ഓക്കെ. പിന്നെ ലിറിക്സ് കൈതപ്രം ജോൺസൺ മാഷ്. അതേപോലെ ചിത്രമ്മ. വെരി ഗുഡ്. വർഷം 1989. വളരെ വളരെ ശരിയാണ്. ഓക്കെ. ഡയറക്ടർ സത്യൻ അന്തിക്കാട് സർ. അതെ. അപ്പോ പാടിക്കോളൂ. ഓക്കെ. താങ്ക് യു. താങ്ക് യു ചേച്ചി. പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ
ഗുഡ് മോളെ. Thank you, sir. ദേ കുട്ടി എന്തോ എന്ത് തോന്നി പാടിയപ്പം? നന്നായി എന്ന് തോന്നി. ആ നന്നായി എന്ന് തോന്നിയോ? കൊഴപ്പില്ല. അതെ കുഴപ്പമില്ല എന്നാണോ നന്നായി എന്നാണോ തോന്നിയത്? എന്താ പറയാ, കുട്ടിക്കപ്പോ നന്നായിന്നാണോ തോന്നേ കുഴപ്പമില്ലാന്നാണോ തോന്നേ? എന്താ തോന്നുന്നത്? എന്താണെങ്കിലും തുറന്നങ്ങ് പറയാ. കൊഴപ്പില്ല. കുഴപ്പമില്ല. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. അത് പാടുമ്പോ ഈ സ്ക്രീന് കണ്ടോ പുറകിൽ എന്തായിരുന്നു? ഇല്ല. ചേട്ടാ ഒന്ന് സ്ക്രീൻ ഇട്ട് കൊടുക്കോ? ആ എന്ത് ഭംഗിയാ നോക്കിയേ. കണ്ട്. ആ ഫ്രഷ്നെസ് പാടുമ്പോ നമുക്ക് പാട്ടില് വരണം. ഓക്കെ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കണ്ണീലക്കൊമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടും കാണാനെത്താനുണ്ടേ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. ആ ഒരു ഫ്രഷ്നെസ് വരണമെന്ന് തോന്നി ചെറുങ്ങനെ. ഓക്കെ ഓക്കെ, ഓക്കെ. അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ക്വാണ്ടൈസ് ചെയ്യാന്നല്ലേ എം ജെ സാർ അതിന് പറയണേ? ക്വാണ്ടൈസ് ചെയ്യാന്നല്ലേ പറയുന്നേ? അപ്പൊ ആ ക്വാണ്ടൈസ് ചെയ്യണ ആ സാധനം കറക്റ്റ് ഇങ്ങനെ ആ ഗ്രൂവിലൊന്ന് വീണ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. അതേ കുട്ടി, ഓക്കെ. എനിക്ക് അതാണ് മെയിൻ ആയിട്ട് തോന്നിയത്. ഓക്കെ. ഓക്കെ, നല്ല ശബ്ദമാണ്, നല്ല പവർഫുൾ വോയിസ് ആണ്, അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ട്. ആ ഒരു കുഞ്ഞു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമ്മൾ എന്താവും? പവർഫുൾ ആവും. നമ്മളും പവർഫുൾ ആവും. റൈറ്റ്, യു ആർ റൈറ്റ്. അപ്പൊ ആ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ. പിന്നെ കുഞ്ഞു കുഞ്ഞു പറഞ്ഞ പോലെ ക്ലാരിറ്റി കുറവ്, കുഞ്ഞു ബ്രെത്ത് എടുത്തിട്ട് പിന്നെ അവസാനം അതിന്റെ നോട്ടിന്റെ ഒരു ക്ലാരിറ്റി കുറവ്, പിന്നെ വരികൾ തുടങ്ങുന്ന സ്ഥലത്ത് ശ്രുതി ചേരാത്തതിന്റെ അത് എപ്പോഴും പറയുന്ന പോലെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അനുപല്ലവിയോ ചരണോ തുടങ്ങുമ്പോ നമുക്ക് പിച്ച് എപ്പോഴും ഭയങ്കര കെയർഫുൾ ആവേണ്ട സ്ഥലമാണ്. അപ്പൊ ആ അങ്ങനത്തെ സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. അത്രയൊക്കെ ഉള്ളു കുഞ്ഞ്. ഇതേ കുട്ടി അടിപൊളിയാണ്, ആരെയും കടിച്ചില്ലെങ്കിൽ. നെക്സ്റ്റ് മതിച്ചേട്ടാ, കടി കിട്ടാതെ കമന്റ്സ് പറഞ്ഞു. മിസ് ദയാമോൾ എന്തോ അല്ലേ? അതെ. തനിക്കൊക്കെ ഒരു ധാരണയുണ്ട്. ബാക്കി പറ. അപ്പം ഇന്ന് എനിക്ക് പാട്ട് സെലക്ട് ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങൾ നന്നായിരുന്നു, അത് പറയാതിരിക്കാനും വയ്യ. എനിക്ക് പല്ലവി വലിയ കുഴപ്പമില്ലാണ്ട് പോയി. എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു ഹാപ്പി ആയിട്ട് പാടേണ്ട പാട്ടാണ്. എൻജോയ് ചെയ്ത് ഇങ്ങനെ തുള്ളിക്കളിച്ച് പാടി നടക്കുന്നതാണ് ശരിക്കും. അപ്പൊ എന്ത് വേണം? എൻജോയ്മെന്റ് വേണം. അത് എൻജോയ്മെന്റ് ഞങ്ങൾ തോന്നിപ്പിക്കണം. അപ്പൊ ഇതില് എനിക്ക് മിസ് ചെയ്തത് അതാണ്, ഒരു ഹാപ്പിനെസ്, ഒരു കുറച്ചൊരു കുസൃതിയൊക്കെ എനിക്ക് മിസ്സായി. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് ശ്രുതി, അത് ഫ്ലാറ്റ് ആവുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പിന്നെ വോയിസ് കട്ടാവുന്നുണ്ട്, ശബ്ദം ശരിയായിട്ടില്ല തോന്നുന്നു അല്ലെ? വോയിസ് ഈ ചില ഭാഗങ്ങളൊക്കെ പാടുമ്പോ കട്ടായി പോകുന്നുണ്ട്, വോയിസ് കട്ടാവുന്നു. ഇപ്പൊ മോള് പാടിയപ്പോ ഒരു സാഡ് ഫീലാണ് മൊത്തത്തിൽ തോന്നുന്നത്. അപ്പൊ അത് ശരിയാക്കി എടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഇത് കടിക്കുന്ന ആളാണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന ആളാണ്, മൊത്തം കുറുമ്പുള്ള ആളാണ്. പക്ഷെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ പാവം ശരിക്കും പാട്ട് പാടുമ്പോ പാവം എന്ന് പറഞ്ഞാ എന്റെ അടുത്ത് കുറച്ച് ദയ ഉണ്ടാവോ, മറ്റുള്ളവർക്ക് ദയ ഉണ്ടാവോ, ഞാൻ ഈ പാട്ടിനെ ഇങ്ങനെ തൊടുകയുള്ളൂ, ഞാൻ ദയോടുകൂടിയാണ് ഈ പാട്ടിനെ തൊടുന്നത്, ആ പാട്ടിനൊന്നും വിഷമം വരരുതേ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലാണ് പാട്ടിനെ. അങ്ങനെയല്ല, ഈ പാട്ടിൽ കുറുമ്പ് വേണം, കുറുമ്പിയായിട്ട് പാടണം. അപ്പൊ ദയമോളായിട്ട് അങ്ങ് പാടണം. അതാണ് ചിത്ര ചേച്ചി ഇതില് പാടിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ സമയങ്ങളിലൊക്കെ, ഇത് ഇറങ്ങിയ സമയങ്ങളിലൊക്കെ 1989 ഞാൻ TK എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയമാണ് കൊല്ലത്ത്. അപ്പോൾ ഈ സമയത്ത് ഗാനമേളകളും പാടാറുണ്ട്. അപ്പോഴൊക്കെ ഗാനമേളയിൽ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഫീമെയിൽ വോയിസ് മിക്കവാറും പാടുന്നത് ഈ പാട്ടായിരിക്കും. അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്, അതൊക്കെ അതിൽ ഒരു മെയിൻ സോങ് ആണിത്. ഇത് ജോൺസണിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ്. അങ്ങനെയുണ്ട്. ഉർവശിക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ സമ്മേഷൻ എന്ന് പറയുന്നത് ആ താള റിതമിക്കായിട്ട് പാടണം.
ഓക്കെ അതിനകത്ത് കുറുമ്പുണ്ടാവണം. ഓക്കെ സർ. പിന്നെ സംഗതികളിൽ കുറച്ചും കൂടെ Clarity. പെർഫെക്ഷൻ, ക്ലാരിറ്റി വേണം. പ്ലസന്റ് ആയിട്ട് Okay. പറഞ്ഞു. പ്ലസന്റ്. പ്ലസന്റ് ആയിരിക്കണം. അതാണ് ഓക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര മൂഡാവണം. Yes, yes, ആ yes. രീതിയിൽ കേട്ടോ. ഒന്നുകൂടെ ഇതൊക്കെ ശ്രദ്ധിച്ചു പോരട്ടെ കേട്ടോ. ഓക്കെ സർ. അപ്പൊ നമ്മൾ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കുന്നിടത്താണ് നമുക്ക് പെർഫെക്ഷനിലേക്ക് നമുക്ക് നടന്നു നീങ്ങാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ, ഓക്കെ സർ. മനസ്സിൽ വെക്കണേ മക്കളെ. ആ. പെർഫെക്ഷനിൽ നടന്നു നീങ്ങിയാൽ ഓക്കെ. ടോപ്പ് സിംഗറിലും നടന്നു നീങ്ങാം. ആ കേട്ടോ. ഓക്കെ. ദേ കുട്ടി, എന്തോ യുവർ സ്കോർ ടുഡേ 95.5 out of 100. അപ്പൊ മോളെ ഓൾ ദ വെരി ബെസ്റ്റ്. ആരെയും കടിക്കാതെ അടങ്ങി ഒതുങ്ങി നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? പാട്ട് പഠിക്കണം. ഗുഡ് ഗേൾ. ഓക്കെ, കുളിച്ചിട്ട് പാട്ട് പഠിക്കണം. ആ ടാറ്റാ. അതെ. ടാറ്റാ. കഴുകി കളഞ്ഞിട്ട് ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ ഒരു സൂപ്പർ സോങ്ങുമായിട്ട് നമ്മുടെ അനുഷ്ക കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. ഹലോ ഹലോ. ഹായ്. ഇതെന്താ കയ്യില്? ഇത് എന്റെ ജേർണലിംഗ് ഡയറി. ജേർണലിയോ? അയ്യോ, അതിലൊക്കെ രഹസ്യങ്ങളായിരിക്കും. സീക്രട്സ് ഇതിൽ ഞാൻ അങ്ങനെ ജേർണലിംഗ് മറ്റേ സ്റ്റിക്ക് ചെയ്യണ ജേർണലിംഗ് ഇല്ലേ, അത് ചെയ്തിട്ടില്ല. അത് കുറച്ച് ചെയ്തിട്ടുള്ളൂ. വേറൊരു ബുക്ക് ഉണ്ട്, അതിലാ കൂടുതൽ ചെയ്യാൻ. ഓക്കേ. അപ്പൊ വാട്ട്സ് എ സീക്രട്ട്? അന്ന് എന്റെ ഫസ്റ്റ് പാട്ടില് ആ. അങ്കിളിനെ MJ അങ്കിളിനെ ഞാൻ ഹഗ് ചെയ്തോട്ടെ എന്ന് വെച്ചപ്പോ അങ്കിള് വരാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട് കരഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ? അതെ. അന്ന് ആ നേരം എനിക്ക് അങ്കിള് 2 മിഠായി തന്നത് ഓർക്കുന്നുണ്ടോ? അതിന്റെ മിഠായി കവറായിരിക്കും. എടുത്തു വെച്ചോ. കണ്ടോ? അതെവിടെ ഒന്ന് കാണിച്ചേ. പിന്നെ ഒരാഗ്രഹം, അതിന്റെ താഴെ അങ്കിളിനുള്ള സൈൻ ഇട്ടരോ? ഉറപ്പായിട്ടും. ഒരെണ്ണം മതിയോ? ഒരു 10-20 ഇട്ട് തരാം. വേണ്ട, ഒരെണ്ണം മതി. വന്നു. കുഞ്ഞു പിടിച്ചോ. ഹായ്. അടിയിൽ എന്താ എഴുതിയേ? ദിസ് ഇസ് എ ചോക്ലേറ്റ് കവർ ഹി ഗേവ് മീ. കവറോ? ചോക്ലേറ്റ് കവർന്നാ അത് കവറാ. ചോക്ലേറ്റ് അവളെ കഴിച്ചില്ലേ? ചോക്ലേറ്റ് തന്നതിന്റെ കവർ. ചോക്ലേറ്റിന്റെ കവർ. അതെ, ഓക്കെ. ഇത് ഞാൻ അന്ന് എന്റെ പാട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ റൂമിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. ഹായ്. ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ഓട്ടോഗ്രാഫ് ഇങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേരുടെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും ഉള്ള ഭാഗ്യമായിട്ടുണ്ടായിരുന്നു. യേശുദാസ് സാർ ഉൾപ്പെടെ, ബാലമുരളി സാർ ഉൾപ്പെടെ, അങ്ങനെ പല ഗ്രേറ്റ് മ്യൂസീഷ്യൻസിനെ വലിയ ഭാഗ്യമാണ്. പക്ഷെ ഇത് ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു ഭാഗ്യമാണ്. ഇത്ര അധികം എന്നെ സ്നേഹിക്കുന്ന ഒരു മകളെ എനിക്കുണ്ടല്ലോ. അതിനപ്പുറം വേറെ ഒന്നുമില്ല മക്കളെ, കേട്ടോ. ആൻഡ് ദിസ് ഇസ് ഫോർ യു. ഓക്കെ. വാനവില്ലേ നോക്കുകില്ലേ ഹാപ്പി ഹാപ്പി. കോടലൂടെ ഒന്നുമില്ലേ ചായുകില്ലേ. ഈ പാട്ടില് മൊത്തം സന്തോഷമായിരിക്കും. ഏത് പാട്ടാ പാടുന്നത് ഇത്ര സന്തോഷത്തില്? എന്തിനീ ചിലങ്കകൾ. എന്തിനീ ചിലങ്കകൾ മാസ്റ്ററുടെ ക്ലാസിക് ആണ്. ക്ലാസിക്, റിയൽ ക്ലാസിക് ആണ്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാമോ? മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് സുശീലാമ്മ, മൂവി കരുണ, പിന്നെ ഇയർ 1966. എന്നാ പിന്നെ ആ സന്തോഷത്തിൽ നമുക്ക് തുടങ്ങാം അല്ലേ? ഓൾ ദി ബെസ്റ്റ് അനുഷ്ക കുട്ടി. താങ്ക് യു. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയ നിന്നരികിൽ വരില്ല എങ്കിൽ. എന്തിനി ചിലങ്കകൾ, എന്തിനി കൈവളകൾ, എൻ പ്രിയ നിന്നരികിൽ വരില്ല എങ്കിൽ. പുഷ്പങ്ങളിൽ വണ്ടുകൾ
പോയി ഞാൻ വാസന തൈലം പൂശി വാർമുടി കോതി വയ്ക്കാൻ വാലിട്ട് കണ്ണെഴുതാൻ മറന്നു പോയി ഞാൻ ആഹാ മറന്നു പോയി ഞാൻ എന്തിനീ ചിലങ്കകൾ എന്തിനീ കൈവളകൾ എൻ പ്രിയ നിന്നരികിൽ വരില്ല എങ്കിൽ ആയിരമുഷസുകൾ ഒന്നിച്ചുദിച്ചു നിൽക്കും ആ മുഖമരികിൽ ഞാൻ എന്നു കാണും ആയിരമുഷസുകൾ ഒന്നിച്ചുദിച്ചു നിൽക്കും ആ മുഖമരികിൽ ഞാൻ എന്നു കാണും താഴെ തൊഴുതു നിൽക്കും താമരപ്പൂവാണു ഞാൻ താലോലിച്ചെന്നെ നാഥൻ തഴുകുകില്ലേ താഴെ തൊഴുതു നിൽക്കും താമരപ്പൂവാണു ഞാൻ താലോലിച്ചെന്നെ നാഥൻ തഴുകുകില്ലേ നാഥൻ തഴുകുകില്ലേ എന്തിനീ ചിലങ്കകൾ എന്തിനീ കൈവളകൾ എൻ പ്രിയ നിന്നരികിൽ വരില്ല എങ്കിൽ എന്തിനീ ചിലങ്കകൾ ആഹാ നൈസ് നൈസ് നൈസ്. बोले तो बांसुरी कहीं बजती सुनाई दे ऐसा बदन की कृष्ण का मंदिर दिखाई दे बोले तो बांसुरी कहीं बजती सुनाई दे ऐसा बदन की कृष्ण का मंदिर दिखाई दे ആഹാ. आ, आ, ആഹാ പണ്ട് ഞാൻ ദേവരായ മാസ്റ്ററോട് ചോദിച്ചത് ഇത് ഹമീർ കല്യാണി രാഗത്തിലാണോ ഈ എന്തിനി ചിലങ്കകൾ അതുപോലെ ചക്രവർത്തിനി ആ അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല അതിന്റെ രാഗം കേദാർ എന്ന് പറഞ്ഞ രാഗമാണ്. അപ്പൊ ഞാൻ മാസ്റ്ററോട് ചോദിച്ചു അത് ഹിന്ദുസ്ഥാനി രാഗമാണ് കേദാർ. അപ്പൊ എന്താണ് ഈ കേദാർ എന്ന് അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കേദാർനാഥ് കേട്ടിട്ടില്ലേ? ആ അവിടെ കേദാരനാഥൻ എന്ന് പറയുന്നത് ശിവനാണ്. ആ. ശിവന്റെ മുടിയിഴകളിൽ ഗംഗയുണ്ട് അല്ലേ? അപ്പൊ ഗംഗ അവിടെ നിന്ന് ഒഴുകുന്നതിന്റെ അലകൾ പോലെ അത്തരത്തിലുള്ള പാറ്റേൺസ് ഉള്ള ഒരു സ്വര ഫ്രേസുകളുള്ള ഒരു രാഗമാണ്. കേദാർ. അതുകൊണ്ടാണ് കേദാർ എന്ന പേര് അതിന് വന്നത് എന്ന് ദേവരായ മാസ്റ്റർ പറഞ്ഞു. അപ്പൊ മാസ്റ്റർ എനിക്ക് പകർന്നു തന്നത് എന്നിൽ വയ്ക്കുക എന്നുള്ളതല്ല, ഇനി അടുത്ത ജനറേഷന് അത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് അനുഷ്കിന് ഇത് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഭയങ്കര രസമാണ്. ആ രാഗത്തിന്റെ കുറെ അധികം ധ്വനികളുണ്ട്. ഇപ്പോ എന്തിനി കൈവളകൾ അതിന്റെ കൈവളകൾ അല്ല കൈവളകൾ പഠിക്കേ എന്തിനീ കൈവളകൾ എൻ പ്രിയ നിന്നരികിൽ എൻ പ്രിയ നിന്നരികിൽ വരില്ല എങ്കിൽ വരില്ല എങ്കിൽ കുറച്ച് പരിഭവം ഉണ്ടേ. ഇതൊക്കെ എല്ലാം ഉണ്ട്, പക്ഷെ എന്തിനാ അവൻ വന്നില്ലെങ്കിൽ പിന്നെ ഇതിലൊക്കെ എന്ത് കാര്യം എന്നാണ് അല്ലേ? ഇപ്പോ വാസന്ത് വാസന്ത പുഷ്പങ്ങളിൽ വണ്ടുകൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം.
പിന്നെ ബ്രത്ത് അത് എവിടെ എടുക്കണം എന്ന് അറിഞ്ഞുകൂടാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ശബ്ദം ഇടറാനായിട്ടുള്ള കാരണം. ആ ബ്രത്ത് കിട്ടാത്തതുകൊണ്ടാണ്. അതൊരു കാര്യം. 2 ടെൻഷൻ. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. ചില ഹയർ ഒക്ടേവിലുള്ള പോക്കൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. അവിടെ വോയിസ് ഏറ്റവും നന്നായിട്ട് ധ്വനിച്ചു. വാസര സ്വപ്നമൊന്നിൽ അല്ലേ, അത് പാടിക്കേ. അത് 100-ൽ 150. ഇനി അടുത്തതിലാണ് എവിടെ ശ്വാസം എടുക്കണം എന്നുള്ള ഒരു പ്രശ്നം. പാടിക്കേ. വാസന തൈലം പൂശി അവിടെ നല്ല ബ്രത്ത് എടുക്കണം. വാസന തൈലം പൂശി വാർമുടി കോതി വയ്ക്കാൻ വാലിട്ട് കണ്ണെഴുതാൻ മറന്നു പോയി ഞാൻ. അപ്പൊ 4 സ്ഥലത്തും ബ്രത്ത് എടുത്താലേ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ പിന്നെ സ്വയം മറക്കാണല്ലേ. ആഹാ മറന്നു പോയി ഞാൻ അല്ലേ. അത് ശരിക്കങ്ങ് മറന്നു പോകണം. സ്വയം മറക്കണം അവിടെ പാട്ടില്. പഠിക്കേ. മറന്നു പോയി ഞാൻ. ഇന്ദിനി ചിലങ്കകൾ. അതാണ്. ഇങ്ങനെയാണ് ഈ പാട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. പരിഭവം വേണം, അതേസമയം ബ്രത്ത് കറക്റ്റായിട്ട് എടുക്കണം. അതേ സമയത്ത് നേരത്തെ പറഞ്ഞ ഈ കേദാർ എന്ന് പറഞ്ഞ രാഗത്തിന്റെ ധ്വനികൾ വേണം. ഇത്രയധികം കാര്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഈ പാട്ട് വരുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളൂ, ശ്രവിച്ചോളൂ. ശ്രവണം, അനുഭവം. അനുഷ്ക കുട്ടി, എന്താ ഓവർ പ്രാക്ടീസ്? സത്യം പറഞ്ഞ ഓവർ പ്രാക്ടീസ് അല്ല. പിന്നെ എനിക്ക് ചുമയുണ്ടായിരുന്നു. അപ്പോ ഇന്ന് രാവിലെ കുറഞ്ഞതാ. അപ്പൊ ഇവിടെ വന്നപ്പോ തണുപ്പടിച്ചിട്ട് കബ് അങ്ങനെ വന്നോണ്ടേയിരിക്കും. അതാ പാടുമ്പോ ബേസ് നോട്ട്സ് ഒക്കെ പാടുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ടായി പോണതല്ലേ. അപ്പൊ ആ ഒരു ശബ്ദം വയ്യായികയുടെ പല പ്രശ്നങ്ങൾ പല ഭാഗത്തായിട്ട് കുറെ ഭാഗത്തായിട്ടുണ്ട്. ഞാനതെല്ലാം ഇനി എടുത്തെടുത്ത് പറയണില്ല. ഓക്കെ. അപ്പൊ ഇനി അടുത്ത തവണ നന്നായിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറിയതിനു ശേഷം നല്ലൊരു പാട്ടുമായിട്ട് വരൂ. ഓക്കെ. അനുഷ്ക കുട്ടിക്ക് വയ്യാന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം തന്നെ മനസ്സിലായി. കുറച്ച് ഗ്ലൂം ഒക്കെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് അനുഷ്ക കുട്ടിക്ക് ഗ്ലൂം വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാം. നല്ല ശബ്ദമാണ്. എസ്പെഷ്യലി ആ മേളിലേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുക ജലദോഷം പിടിച്ച് ഇങ്ങനെ പാടുകയാണെങ്കിൽ ഒരു അസുഖം ഇല്ലാത്ത സമയത്ത് എങ്ങനെ പാടുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. നല്ല പെർഫോമൻസ് ആണ്. അതുപോലെ പെർഫോം ചെയ്തിട്ടുമുണ്ട്. നല്ല രസമുണ്ട്. കോസ്റ്റ്യൂം. അമ്മയുടെ അമ്മ വന്നില്ല ഇപ്രാവശ്യം അല്ലേ? അമ്മമ്മയാണോ വന്നേ? നമസ്കാരം. നമസ്കാരം. അപ്പൊ അനുഷ്ക കുട്ടി ഓൾ ദ ബെസ്റ്റ്. അപ്പൊ മാർക്ക് വേണ്ട അനുഷ്ക കുട്ടി? അപ്പൊ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ, എല്ലാം ഓൾ റൈറ്റ് ആവട്ടെ. ഇവിടെ ഗംഭീരമായിട്ട് വന്ന അടുത്ത പെർഫോമൻസ് വേണം. ഓക്കെ. യു ആർ ബീങ് അവാർഡഡ് 95.25 out of 100. ഓൾ ദ ബെസ്റ്റ്. ബൈ. താങ്ക് യു. അടുത്ത പാട്ട് അടിപൊളിയാക്കണം നമുക്ക്. നന്ദനന്ദന ആനന്ദലഹരി ഭജേ വ്രജ സുന്ദരി. നന്ദനന്ദന ആനന്ദലഹരി ഭജേ വ്രജ സുന്ദരി. നന്ദനന്ദന പരമാനന്ദ നന്ദനന്ദന പരമാനന്ദ വ്രജഭൂമി പൂർണ്ണചന്ദ്രനന്ദ നന്ദന. നന്ദനക്കുട്ടി വെൽക്കം. ഇത്ര നല്ലൊരു ഇൻട്രോ ഇനി വേറെ കിട്ടേയില്ല. ഇപ്പൊ പാടിയ പോലെ തന്നെ ഭയങ്കര ആ പാട്ടിനെ കൊത്ത പോലെ അല്ലേ? ഐശ്വര്യം. നല്ല രസമുണ്ട് കേട്ടോ. ഭജേ വ്രജ സുന്ദരി അല്ലേ? അതെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. പാട്ടെല്ലാം പഠിച്ച് ഇങ്ങനെ സന്തോഷായിട്ട് ഫാൻസ് എന്ത് പറയുന്നു? ഫാൻസോ? ഫാൻസ് ഇല്ലേ? ഫാൻസ്
ഫ്ലക്സ് ഒക്കെ വെച്ചില്ലേ? ആ ഫ്ലെക്സ് പിന്നെ ഫാൻസ് അല്ലേ ഫ്ലക്സ് ഒക്കെ. നാട്ടുകാര് ആ ആ, ആ. അതന്നെ അപ്പൊ നാട്ടുകാരെന്ത് പറഞ്ഞു? നാട്ടുകാരെല്ലാം സന്തോഷം. വളരെ സന്തോഷം ആ, എന്ന് പറഞ്ഞു. സന്തോഷം. ഈ ദാവണിയെ കൊടുത്തോണ്ട് വന്നിരിക്കുന്നത് ഏത് പാട്ട് പാടാനാ? കറുകവയൽ കുരുവി. ഓ അതാണല്ലേ ആ, ഈ ദാവണിയുടെ പിന്നിലുള്ള രഹസ്യം. അതെ. ഓക്കെ, പെർഫോമൻസ് ഉണ്ടാകുമോ? ഉണ്ടാവും. എനിക്കത് കേട്ടാ മതി. വേഗം പാട്ട് പഠിക്കും. സന്തോഷായി ആര്യ ചേച്ചി. അതെ. അല്ല, Yes. ഡീറ്റെയിൽസ് പറഞ്ഞില്ല. സിനിമ ധ്രുവം. ധ്രുവം എന്നല്ല, ധ്രുവം. ധ്രുവം. നിനക്ക് രൂ വരുന്നില്ല. അല്ല, മീനുട്ടി ഭയങ്കര സന്തോഷം. ഞാനങ്ങനെ ആരെയും കണ്ടിട്ടില്ല. നിനക്ക് രൂപ വരുന്നില്ല. എന്തോ കിട്ടിയ പോലെ. അതല്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. രൂ വരാണ്ട് ആ. സാധാരണ ടഫായിട്ടുള്ള അക്ഷരം രാ പറഞ്ഞ രാ രാ. രാ. ആ നീ ധായോടൊപ്പം രാ. ധ്രുവം. ധ്രുവം. വീണ്ടും അതന്നെ ഒന്ന്. ധ്രു ധ്രു. ധ്രു. ധ്രു ധ്രു. ഭയങ്കര സന്തോഷം. ആ കുഴപ്പമില്ല, പോട്ടെ. എന്നാ ശരി, സിനിമയുടെ പേര് ധ്രുവം. ധ്രുവ്. ആ. അതന്നെ ആ പറഞ്ഞ സാധനം. പിന്നെ മ്യൂസിക് SP വെങ്കിടേഷ് സർ. ആ. ലിറിക്സ് ഷിബു ചക്രവർത്തി സർ. ആ. ഇയർ 1993. പാടിയത് ചിത്രമ വേണുഗോപാൽ സർ. പോരട്ടെ, പെർഫോമൻസ് പോരട്ടെ. ആ ചൂടിലങ്ങ് പാടിയേക്കാം. തുടങ്ങിയേക്കാം. okay. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി താങ്ക് ബെസ്റ്റ്. യു. All the best. താങ്ക് യു. Bye. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ? കറുകവയൽ കുരുവി, മുറിവാലൻ കുരുവി, കതിരാടും വയലിൻ ചെറുകാവൽക്കാരി. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ? തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ?
നന്ദനക്കുട്ടി ഓ എന്തായാലും ഈ വേഷം കലക്കിയിട്ടുണ്ട്. നല്ല ഐശ്വര്യമുണ്ട് കാണാൻ. താങ്ക് യു സർ. ആ മുടിയിലുള്ളത് ഒറിജിനൽ മുല്ലപ്പൂവാണോ? അല്ല അതേന്ന് പറഞ്ഞേക്ക്. അതെ അതെ അല്ലേ? വെറുതെ അല്ല, നല്ല സുഗന്ധം ഇവിടെയൊക്കെ പരക്കുന്നുണ്ട്. അതെ 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 അതെ. അപ്പൊ എന്തായാലും അതിലെടുത്ത് പറയേണ്ടത് നന്ദനയുടെ വോയിസ് ആണ്. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ആണ് നന്ദനയുടെ. താങ്ക് യു സർ. അപ്പൊ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ അറിയിക്കും. എനിക്ക് തോന്നിയത് ശ്രുതി ഒരു വലിയൊരു പ്രധാനപ്പെട്ട ശത്രുവാണ്. പിന്നെ ഫസ്റ്റ് ഹമ്മിങ്, അതും കുറച്ചും കൂടി പെർഫെക്ഷൻ വേണ്ടി വരും. പിന്നെ മുറിവാലൻ കുരുവി സാധനല്ലേ, അതൊക്കെ ഒന്നും കൂടി അത് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യണം. കുറച്ചിങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓ ആ ഹമ്മിങ്ങും ഓ ഒന്ന് പാടി. നല്ല ബ്രെത്ത് എടുക്കണ്ടേ നമുക്ക്? അതെ, ഒരു Yes. ഡീപ് ബ്രത്ത് എടുത്തതിന് ശേഷം പാടും. അതിൽ ആ സംഗതി അത് വേറെ ഒരു വെട്ടലാണ്. ഇങ്ങനെ ഒരു വെട്ടൽ, അതൊരു മെഷീൻ കട്ട് പോലെ, മെഷീൻ കട്ട് പോലെയായി. അതൊക്കെ ഒന്ന് പെർഫെക്ഷൻ വേണം എന്ന് എനിക്ക് തോന്നി. ഈ അതുപോലെ തന്നെ നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി, അത് ലാൻഡിങ്. അതുപോലെ തന്നെ പരിണയ കഥ പറഞ്ഞു. ഈ ഓ എല്ലായിടത്തും പെർഫെക്റ്റ് ആക്കാനുണ്ട് കേട്ടോ. നന്ദനയുടെ അതിമനോഹരമായ ശബ്ദത്തിൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോണ്ടല്ലോ ഒന്നും കൂടി അത് ആസ്വാദകർക്ക് ആസ്വാദ്യകരമാകും. അതെ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല കഴിവുണ്ട്, അതൊക്കെ വിചാരിച്ചാൽ വരും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം എന്ന് മാത്രം. ഓക്കെ. എനിക്കും സെയിം തന്നെയാ നന്ദനക്കുട്ടി തോന്നിയത് കേട്ടോ. കുറച്ചും കൂടെ ആ ബ്രെത്ത് ഒക്കെ സെറ്റായി എടുത്ത് നല്ല ക്ലാരിറ്റി. ഇപ്പം അവസാനം ആകുമ്പോഴത്തേക്ക് ആ ശ്വാസം കിട്ടാതെ പിന്നെ ആ ടെയിൽ എൻഡുകളൊന്നും ക്ലാരിറ്റി വരാത്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് തോന്നിയത് റാ പറയുമ്പം പറയാതറിഞ്ഞവർ ആ രാരാന്നല്ലേ അത് കേൾക്കുന്നത്. റാ ക്ലിയർ ആയിട്ട് വന്നില്ല. സിനിമയുടെ പേര് വെച്ചപ്പോ വന്നില്ലല്ലോ. ഇപ്പൊ വന്നു. പക്ഷെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നോട്. പറഞ്ഞല്ലേ? ധ്രുവം ധ്രുവം ധ്രുവം. ധ്രുവം, കറക്റ്റ് കറക്റ്റ്. അതുപോലെ തൊടുകുറി അണിയിക്കും, പറഞ്ഞു, പറയാതറിഞ്ഞവർ. റാ വരുന്ന സ്ഥലത്തൊക്കെ അവിടെ ഒരു പ്രൊനൗൺസിയേഷന്റെ ഒരു ക്ലാരിറ്റി കുറവ് തോന്നി. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല ശബ്ദമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പാട്ടും ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് പാടാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് നന്ദനക്കുട്ടി. നന്ദന പറഞ്ഞൊരു സൂപ്പർ കോറിയോഗ്രാഫിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കാത്തിരിക്കായിരുന്നു. അപ്പൊ BGM വന്നപ്പോഴത്തേക്കും പിടിച്ചോ, അവിടെ പിടിച്ചോ, ഇവിടെ പിടിച്ചോ, ഒന്ന് റൈറ്റിലോട്ട് ഒന്ന് ലെഫ്റ്റിലോട്ട് കാണിച്ചേ. ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനും കണ്ടില്ല, എനിക്ക് മിസ്സായി പോയി. ഈ ഒരു സ്റ്റെപ്പാണ് മറ്റേ കാതലിക്കും ആ പാട്ടില് SPB സാർ. അതിനകത്തൊരു വ്യത്യാസമുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ അതുപോലെ ഇല്ല. അതൊന്നുകൂടെ കാണിച്ചു. ഞാൻ കണ്ടില്ല. ഞാൻ ഇത് പിടിക്കാം, അപ്പൊ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് കുറച്ചുകൂടെ കാണിച്ചല്ലോ. നല്ല ഭംഗിയുണ്ടല്ലോ. നേരത്തെ ഇങ്ങനെ ചെയ്തു. മൈക്ക് പിടിച്ചോണ്ട് പറ്റുന്നില്ലായിരുന്നു, മുദ്ര വന്നില്ല നേരത്തെ. അത് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല പെട്ടെന്ന്, അതുകൊണ്ട് പകുതി അരമണ്ടിലൊന്നും വന്നില്ല നമുക്ക്. അപ്പൊ ഞാൻ ഇത് മാത്രമാണ് കണ്ടത്. ഇവിടെയും കൊടുത്തു, അവിടെയും കൊടുത്തു, എല്ലാവരുടെയും കൊടുത്തു. പിടിച്ചോ. അപ്പൊ ഒരു ഗ്രാൻഡ് കൊറിയോഗ്രാഫി ആയിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഈ കൊറിയോഗ്രാഫിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്തോ ഒരു വേറൊരു സ്കില്ലുണ്ടെന്ന് കേട്ടോ. അതൊന്ന് എന്ത് ടാസ്കാ? ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിക്കുക. MJ പിടിക്കുക. ഇതെന്താടാ, എന്താടാ നിനക്ക് വേറൊരു സാധനം, ഒരു സിമ്പിൾ. ഇതെന്താ? മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. മുട്ട തിരിക്കാൻ പറ്റുന്നുണ്ടല്ലേ? അത് കൊള്ളാലോ, ഫ്ലെക്സിബിൾ. അതെനിക്ക് പറ്റും. My God. അതെനിക്ക് പറ്റും. What is that? I can do that. ഞാൻ നോക്കോട്ടെ.
എനിക്ക് പറ്റുമോ? എല്ലാരും എഴുന്നേക്ക്. പറ്റും അത് പറ്റും. പറ്റുന്നില്ലല്ലോ. വിട്ടരുത്ത്. ഞാൻ വേറൊരു ട്രിക്ക് കാണിച്ചു ഓക്കെ എന്റെ മുടിയൊന്നും മാറ്റണം, നാലാള് കാണട്ടെ ഇത്. എങ്ങോട്ടാ? ഞാൻ വേറൊരു ട്രിക്ക് കാണിച്ചു തരട്ടെ. അത് നന്ദനക്കുട്ടിക്ക് ചെയ്യാം. ഞാൻ ഇത് നോക്ക്. കണ്ടു കണ്ടു കണ്ടു. ഓ മീനൂട്ടി ഭയങ്കര അതിഭയങ്കര. Thank you. ഞാൻ വേറെ ഇനി എന്ത് ചെയ്യണം? നിക്ക് ഞാൻ വേറൊരു ട്രിക്ക് കാണിച്ചു. അത് ഇവിടെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണം. വിട്ടുകൊടുക്കരുത്. ഓക്കെ അതായത് നമ്മുടെ കൈ വിടാതെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നേരെ മുന്നിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാ? ധാവണി ഇട്ടോണ്ട് എന്നാ പുറകെ തറിയാ മതി. ഡ്രസ് പോരട്ടെ. അതിലൂടെ പറ്റില്ലല്ലോ, എനിക്ക് പറ്റും. ആര്യ ചേച്ചി you can. എനിക്ക് വയ്യ ക്യാപ്റ്റൻ. ഇതൊക്കെയാണ് എന്റെ കഴിവുകൾ. ഹിഡൻ ടാലൻസ് ഇതൊക്കെ. ഇതിപ്പോ ഇങ്ങനെ ചെയ്യണ്ടല്ലോ, ഇതെനിക്ക് ഒബ്വിയസ്ലി പറ്റും. ബാക്കി ഇങ്ങോട്ടൊക്കെ എടുത്താ പോരെ. കൈ വിടില്ല, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ച് ബാക്കി നോക്കിയോ. ഓക്കെ ഓക്കെ. 2 ഈ സൈഡ് നോക്കിയോ. 3 വെരി ഗുഡ് വെരി ഗുഡ്. നന്ദനക്കുട്ടി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ബോഡി ആ രീതിയിലൊക്കെ. അതുപോലെ തന്നെ വോക്കൽ കോഡ്സും ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ ആക്കണം. അതെ, ആക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യണം. ഇതെങ്ങനെ സംഭവിച്ചു? പ്രാക്ടീസ് അതുപോലെ അതും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ക്ലാരിറ്റി വേണം സംഗതികൾക്ക്. അതെ അതെ. അത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ വരുള്ളൂ. ചരണം കഴിഞ്ഞിട്ട് ഒരു ഓ പാടുന്നില്ലേ? അവിടെ ഒരു സംശയമുണ്ട്, പഠിക്കത്. പറയാതറിഞ്ഞവർ പരിഭവം 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 പറഞ്ഞു. അത് ഈസിയാണ്. ഇങ്ങനെ 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 കൈ കൊണ്ടാക്കാതെ അത് വരണം. തൊണ്ടയിൽ മാത്രം. കൈ വേണ്ട, കൈ പുറകിലേക്ക് വെച്ച് പാടി. ഞാൻ പഠിക്കാം. അങ്ങനെ പിടിച്ചോ. പരിഭവം പറഞ്ഞു ഓ ഓ അത് ഉറക്കത്തിലാണെങ്കിലും അത് പാടാൻ പറ്റണം. അതെ. അതുപോലെ ചെറു കാവൽക്കാരില്ലേ, കാരി സദ 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 നോട്ട് അതാണ്. അതെ, അത് കുറച്ചും കൂടെ പതുക്കെ പതുക്കെ ഫാസ്റ്റ് ആക്കണം. എന്നിട്ടേ ഇവിടെ ഒന്ന് പാടാവൂ. ഇവിടെ നമ്മള് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതാണ് നമ്മളെ ഗ്രൂമേഴ്സ് അല്ലേ, സ്വാതി അല്ലേ? സ്വാതി ഇവിടെ ഉണ്ടോ? പകലും രാത്രി ഒന്നും നോക്കാതെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ 24 മണിക്കൂറുമാണ് സ്വാതി, അത് വൈശാഖ്, മറ്റുള്ളവരെല്ലാരും വർക്ക് ചെയ്യുന്ന. സ്വാതി ഹായ്. ഈ വേദിയിൽ തീർച്ചയായിട്ടും സ്വാതി ഇപ്പോ വരണമെന്ന് ആഗ്രഹിച്ചു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല വൃത്തിയായിട്ടാണ് ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു താങ്ക് യു ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള താങ്ക് യുവും ഞാൻ പറയുന്നു. അതാണ് അവരെ ശരിക്ക് അവരെന്താണോ അങ്ങോട്ട് ആക്കുന്നത്, തീർച്ചയായിട്ടും സ്വാതിയെ പോലുള്ളവരാണ്. താങ്ക് യു സ്വാതി. നന്ദനസ്, അപ്പൊ ഇന്ന് എത്രയാണ് മാർക്ക് എന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയുമാണ് മാർക്ക്. 95.25 out of 100. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. Thank you. All the best. ചെറുകാവൽക്കാരി തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്കാൻ. മധുങ്കിൾ, നമ്മുടെ കുഞ്ഞാറ്റ കിളി വരാൻ പോവാണ് ടോപ്പ് സിംഗറിന്റെ. വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടി സുഭദ്ര ഓൺ സ്റ്റേജ്. ഇതായത് മഞ്ചാടിക്കുട്ടിയാണ് ഇന്ന്. ഏതോ പണ്ടുള്ള പാട്ടാണ്. അയ്യോ, റെട്രോ. എന്തൊരു നാട് ഇന്ന്. സാധാരണ ഇങ്ങനെയല്ലല്ലോ. എന്ത് പറ്റി? ഇത്ര നാളൊന്നും ഉള്ള ആളല്ലോ. പണ്ടത്തെ ആൾക്കാർക്ക് കുറച്ച് നാണം കൂടുതൽ. സീരിയസ് ആയിട്ട് നാണമാണ്. കുഞ്ഞാറ്റ ഭയങ്കര ബോൾഡ് അല്ലേ? അതാണ് അങ്കിൾ ഏറ്റവും ഇഷ്ടം.
ഇന്നിപ്പോ ഒരു നാണം കുടുങ്ങിയായിട്ട് അത് വന്നു ആ വേഷത്തിന്റെയാണ്. അഭിനയം. അതെ, അഭിനയം. മിടുക്കിയ നമ്മുടെ കുഞ്ഞാറ്റ. വേറൊരു കാര്യമുണ്ടേ, ആ. നമ്മുടെ കുഞ്ഞാറ്റ ഇവിടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഓഡീഷന് വന്നപ്പോ പാടിയ പാട്ടൊക്കെ ഇല്ലേ, ആ. ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഭയങ്കര വൈറലായിട്ട് റീൽസിലും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ആഹാ. നമുക്കൊന്ന് കണ്ടു നോക്കാം. Yes, yes, കാണാം, yes. കാണാം. പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, ഭാഷിയവനേറെയുണ്ടല്ലോ, ദിശ ബഹുപ്രേമമാണല്ല, അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ, താതൃകത്താതി മാറി മാറി വന്നു. ആഹാ, ബ്യൂട്ടിഫുൾ. മീനുട്ടി, എന്തോ കഴിഞ്ഞ ദിവസം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ സൗത്തില് ആ. ഞാനിങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, ഉം. കുഞ്ഞാറ്റെ അന്വേഷിച്ചായിട്ട് പറയണേ. ആ. അപ്പൊ ഞാൻ പറഞ്ഞു, പറയാമേ, ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്നേ, അതെ. നീ പറഞ്ഞില്ല എന്ന് പറയരുത്. വേറൊരു കഥയും കൂടി ഉണ്ട് എംജയങ്ങളെ. എന്തായിരുന്നത്, ഒരു ഓട്ടോയിൽ കയറി എന്തോ ഒരു അത് എന്റെ അമ്മയുടെ ചേച്ചി ഓട്ടോ ഓടിക്കുകയാണ്. ആ. ആഹാ. അതായത് എന്റെ വല്യമ്മ ആ. വല്യമ്മ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുമ്പോ റിലേറ്റീവിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആ. അപ്പൊ വേറൊരു ചേച്ചി കേറി വന്നിട്ട് ആ. ഇങ്ങനെ ഓട്ടം പോവാനായിട്ട് കേറിയിരിക്കുകയാണ്. അപ്പൊ ഉം. റിലേറ്റീവും വല്യമ്മയും കൂടെ സംസാരിക്കണ കേട്ടപ്പോ കുഞ്ഞാറ്റേനെ കുറിച്ചാണ് സംസാരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ആന്ന് പറഞ്ഞു. ഉം. വല്യമ്മനോട് ചോദിച്ചു, കുഞ്ഞാറ്റയുടെ അമ്മയാണോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല ഞാൻ കുഞ്ഞാറ്റയുടെ വല്യമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞു, ഇത് കുഞ്ഞാറ്റക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അയ്യോ. ആണോ? അത് കഴിഞ്ഞിട്ട് നമ്പർ ചേച്ചി തന്നിട്ടുണ്ടായി. ഞങ്ങൾ വിളിച്ചിട്ട് കുറെ താങ്ക്സ് പറഞ്ഞു. ഉം. അപ്പോ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണത്. എന്താ പേര് ചേച്ചിയുടെ? വിജി. വിജി വിജി. ചേച്ചി. ആ. വിജിക്ക് ഹായ്. അതെ. ഹായ് വിജി. അതേപോലെ തന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ എനിക്ക് കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇതേപോലെ കുറെ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ആഹാ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇവിടെ ഒരു കുഞ്ഞൻ വന്നിട്ടുണ്ടല്ലോ. അതെ. ആദ്യമായിട്ടാണല്ലോ ഇവിടെ കാണുന്നത്. സന്തോഷാണ്. ഹലോ. ഹായ്. ഹായ്. കണ്ടാലേ അറിയാം നല്ല കുറുമ്പനാണെന്ന്. ഇതാരാ? മാമന്റെ മോൻ മാമന്റെ മോനാ? സിദ്ധാർത്ഥ ആര്യൻ, സിദ്ധു എന്ന് വിളിക്കും. ഓ, സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ് ആര്യൻ. അപ്പൊ കുഞ്ഞാറ്റസ് എന്തോ ഏതാണ് പാട്ട്? പൂവുകൾക്ക് പുണ്യകാലം. ആ, സബാഷ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് ഈ കേൾക്കുന്ന selection. ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. പുണ്യകാലം. നിങ്ങളുടെ റിക്വസ്റ്റ് അന്ന് പറഞ്ഞില്ലായിരുന്നോ, ആ. കുറച്ച് മെലഡി ആയിട്ട്. കുറച്ച് വ്യത്യാസമായിട്ട് വ്യത്യാസം. അതെ, ആ വ്യത്യാസത്തിൽ അത് ഞാൻ വന്നു. സബാഷ. യെസ്. ഇപ്പൊ കുഞ്ഞാറ്റയുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറുകയാണ്. പുറത്ത് ചാടാൻ പോവാ. പുറത്ത് ചാടണേ. യെസ്. ഓക്കെ, ഡീറ്റെയിൽസ്. ഫിലിം ചുവന്ന സന്ധ്യകൾ. ഉം. വർഷം 1975. ഉം. മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ. ഉം. പാടിയത് സുശീലാമ്മ. മധു, എനിക്ക് തോന്നുന്നു ദേവരാജ മാസ്റ്ററുടെ വളരെ ഡിഫറെന്റ് ഒരു കോമ്പോസിഷൻ ആണ് ഈ പാട്ട്. അതെ അതെ അതെ. ഈ പാട്ട്. യെസ്. അന്നത്തെ കാലത്ത് ഒരു പുതുമ കൊണ്ടുവന്ന ഒരു പാട്ടും കൂടിയാണ്. സുശീലമ്മയുടെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. ഇപ്പൊ കുഞ്ഞാറ്റയുടെ ബ്യൂട്ടിഫുൾ വോയിസ് കേൾക്കാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ താങ്ക് ബെസ്റ്റ്. യു. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം, നക്ഷത്രത്തിരി കൊടുത്തും നിലാവിന്റെ കൈകളിൽ നിശ്ചയ താമ്പൂലതാലം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം,
നക്ഷത്രത്തിരി കൊളുത്തും നിലാവിന്റെ കൈകളിൽ നിശ്ചയ താമ്പൂല താലം പൂവുകൾക്ക് പുണ്യകാലം മെയ് മാസരാവുകൾക്ക് വേളിക്കാലം സ്വപ്നത്തിൻ സ്വരരാഗ സംഗീത സദസ്സുകളിൽ സ്വർണ്ണവീണ മീട്ടി വന്നൊരു സ്വർഗ സഞ്ചാരി ഒരു നിമിഷം കൂടെ വരൂ ഒരു പല്ലവി പാടിത്തരൂ ഒരു നിമിഷം കൂടെ വരൂ ഒരു പല്ലവി പാടിത്തരൂ ഒരു ഗാനസാഗരത്തിൻ അധിപനല്ലേ നീ അധിപനല്ലേ നീ പൂവുകൾക്ക് പുണ്യകാലം മെയ് മാസരാവുകൾക്ക് വേളിക്കാലം നക്ഷത്രത്തിരി കൊളുത്തും നിലാവിന്റെ കൈകളിൽ നിശ്ചയ താമ്പൂല താലം പൂവുകൾക്ക് പുണ്യകാലം മെയ് മാസരാവുകൾക്ക് വേളിക്കാലം വെരി ഗുഡ് സുഭദ്ര very good. താങ്ക് യു സുഭദ്രക്കുട്ടി എന്തോ സുഭദ്രക്കുട്ടി എന്തോ നന്നായിട്ട് പാടി കേട്ടോ. Thank you, sir. അപ്പൊ ഇത് മറ്റേ നാടൻ സ്റ്റൈൽ മാത്രമല്ല, ഇതും വഴങ്ങും എന്നുള്ള കാര്യം തെളിയിച്ചു. അപ്പോ താങ്ക് യു സർ താങ്ക് യു മിടിക്കുക. താങ്ക് യു സുഭദ്രയുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഈ സുഭദ്ര പാട്ടും. ഫ്ലേവർ. അതെ, ആ ഫ്ലേവർ ഇതിനകത്തുണ്ട്. അതെ 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 അതെ. പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ അതിലെനിക്ക് തോന്നിയത് നിശ്ചയ താമ്പൂല താലം ഫസ്റ്റ് പല്ലവി. അതെങ്ങനെ? നിശ്ചയ താമ്പൂല താലം യെസ്, ഓക്കെ. ചരണം തുടങ്ങിയപ്പോ സ്വപ്നത്തിൽ തുടങ്ങിയപ്പോ ആ ബീജി കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഭാഗത്ത് കുറച്ചൊന്ന് ശ്രുതി കറക്റ്റ് ആയിട്ട് തുടങ്ങിയാൽ നല്ലതായിരിക്കും തോന്നി. സ്വർണ്ണ വീണ മീട്ടി ആ ഇതൊക്കെ ഇല്ലേ ചരണത്തില്, അതാണ് കുറച്ച് ശ്രുതി പ്രശ്നം പോലെ തോന്നിയത്. പക്ഷെ സുഭദ്രയുടേതായിട്ടുള്ള രീതിയിൽ അത് നന്നായിട്ട് പാടി, താങ്ക് യു സർ ഉഗ്രനായിട്ട് പാടി. താങ്ക് യു പിന്നെ എനിക്ക് ആ നിലാവിന്റെ ആ താമ്പൂല താലം എന്നൊക്കെ പറയണില്ലേ, അതൊക്കെയാണ് സുഭദ്രയുടെ സിഗ്നേച്ചർ, കുഞ്ഞാറ്റ ഫ്ലേവർ. കുഞ്ഞാറ്റ ഫ്ലേവർ. അത് പാടിയ നക്ഷത്ര നക്ഷത്രത്തിരി കൊളുത്തും നിലാവിന്റെ ആ, കൈകളിൽ നിശ്ചയ താമ്പൂല താലം അതന്നെ താമ്പൂല താലം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു സുഭദ്ര. സർ താങ്ക് യു അതുപോലെ എനിക്ക് ആ സെലക്ഷനും ഇഷ്ടപ്പെട്ടു കേട്ടോ. സോങ്ങിന്റെ ആ ഒരു Thank you, കംഫർട്ട് സോണിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞപ്പോ പറ്റിയൊരു പറ്റുന്നൊരു സെലക്ഷൻ. അതെ താങ്ക് യു പറ്റിയൊരു അതെ, പാട്ട്. എനിക്കും ഇത് തന്നെയാണ് നല്ലൊരു ഫ്ലേവർ. ഇത് സുഭദ്രക്കുട്ടി ഏത് പാട്ട് പാടിയാലും കുഞ്ഞാറ്റ പാടിയതാണെന്ന് നമുക്ക് എവിടുന്ന് കേട്ടാലും അതെ, അതെ, മനസ്സിലാവാൻ പറ്റും. ആ ഒരു ഐഡന്റിറ്റി ഉണ്ട്, അത് ഭയങ്കര അടിപൊളിയാട്ടോ. താങ്ക് യു ഈ താങ്ക് യു മുത്താണ്. താങ്ക് യു മകളെ കുഞ്ഞാറ്റെ, എന്തോ അങ്കിളിന് എത്ര ഇഷ്ടാണെന്നറിയാ? എത്ര ഉണ്ട് ഭയങ്കര ഇഷ്ടാണ്. താങ്ക് യു സർ അത്രയും ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും കുഞ്ഞാറ്റെ പറ്റി തന്നെയാണ് സംസാരം. ലോകം മൊത്തം പറന്നു പാടാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു സർ രണ്ട് കാര്യങ്ങള് ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറിജിനൽ സുശീലമ്മ പാടിയിരിക്കുന്നതിൽ 1 കോടി ദ്വീപുകളുടെ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ദ്വീപുകൾ എന്നുള്ളത് കൃത്യമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ താങ്ക് യു അല്ലേ? അതുപോലെ ഒരു നിമിഷം എന്ന് അമ്മ തമിഴ് തെലുങ്ക്. തെലുങ്ക്. അമ്മയ്ക്ക് ആ പ്രൊണൗൺസിയേഷന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് ഒരു നിമിഷം അങ്ങനെ പാടി. താങ്ക് യു അത് നന്ദി. താങ്ക് യു പിന്നെ ദേവരായ മാസ്റ്ററുടെ പാട്ടുകളിൽ ആ കാലത്ത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഈ 12 സ്ട്രിങ് ഗിറ്റാർ എന്ന് പറയുന്നത്. അത് ഈ പാട്ടിലുണ്ട്, സുന്ദരി എന്ന് പറഞ്ഞ പാട്ടിലുണ്ട്. അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് ആ കാലത്തെ. അപ്പൊ അതും ഈ പാട്ടിന് ഒരു രസമാണ്. പിന്നെ ഇവിടെ താളം ഇടുന്നുണ്ടല്ലോ, ഒരു ആദ്യ താളം ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വളയ്ക്ക് മുത്തു തരൂ 1 2 3 4. ഒരു മിന്നിന് അതൊന്നും അറിഞ്ഞില്ല, അല്ലേ? 1 and 2 and 3 and 4. ഈ നട്ടോ താളമിടില്ലേ? ടെലികാസ്റ്റ് ഇപ്പൊ നോക്കണേ. ഒരു വളയ്ക്ക് മുത്തു തരൂ, ഒരു മിന്നിന് പൊന്നു തരൂ, 1 കോടി ദ്വീപുകളുടെ അധിപനല്ലേ നീ, അധിപനല്ലേ നീ. അതൊക്കെ അറിയാതെ വരുന്നതാ. അതൊക്കെ അറിയാതെ
വന്ന് Thank you. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ റിയാലിറ്റി ഷോസ് ഒക്കെ തുടങ്ങിയ കാലം തൊട്ട് ജഡ്ജസ് ഇരുന്നുകൊണ്ട് പറയാണ് ശ്രുതിയായിരുന്നില്ല അത് പറയിക്കാൻ പാടില്ല. ഓക്കെ. അത് ബേസിക് ആണ്, ഏറ്റവും ബേസിക് ആണ്. അവിടെ ചേർന്നില്ല ഇവിടെ ചേർന്നില്ല അങ്ങനെ പറയിക്കാൻ പാടില്ല. അങ്ങനെയുള്ള പ്രാക്ടീസ് വേണം കേട്ടോ മോളെ. ഓക്കെ സർ. അപ്പോ കുഞ്ഞാറ്റയുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി ഒരു സംഭവം കൊണ്ടുവന്നതിൽ അങ്കിളിന് ഒത്തിരി ഇഷ്ടമുണ്ട്. താങ്ക് യു സർ. അത് നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സർ. അപ്പൊ നമുക്ക് മാർക്കിലേക്ക് പോയാലോ? പോകാം. ഓക്കെ. യെസ്. ആ സാരിയിൽ എത്ര കുത്തുണ്ട്? അയ്യോ ഞാൻ പറയാം. ആ. ഒരു 742. അത്രല്ല. എണ്ണി നോക്കിക്കോ വേണമെങ്കിൽ. എണ്ണിക്കോ മീനൂട്ടി എണ്ണിക്കോ. ഞാൻ എണ്ണിയതാ, അതിൽ 500 മീനൂട്ടി എണ്ണിക്കോ. എപ്പ എണ്ണി? ഞങ്ങള് പുറത്ത് കോസ്റ്റ്യൂം റൂം ഞങ്ങൾ അടുത്തടുത്ത. ഇതായിരുന്നു ജോലി രാവിലെ. അതെ, പിന്നെ ഞാൻ എന്തെടുക്കാൻ ഇവിടെ വന്നത്. ഞാൻ പറയട്ടെ. ആ പറഞ്ഞു ചേച്ചി, എല്ലാവർക്കും ഗസ് ചെയ്യാലോ. 97 Out of 100. ഓ കുഞ്ഞാറ്റക്കിളി, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. See you. മധു അങ്കിൾ, ഓയ് ഇനി വരാൻ പോകുന്ന ഒരാള് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാ വരുന്നത്. പക്ഷെ പൊതുവെ ഇവിടെ വന്ന് അങ്ങനെ ഒന്നും പറയാറില്ല. ആണല്ലേ? ആ പറയുന്ന ഒരാളാണ് വരുന്നത്. പക്ഷെ ഇന്ന് പുറത്തു നിന്നപ്പം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ വന്ന എന്തുകൊണ്ടാണ് ആ പറയുന്നത് എന്നതിനെ പറ്റി ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അതിവിടെ പറയുമോ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ദ്യുതിക്കുട്ടി ഓൺ സ്റ്റേജ്. ഇതാരാണ്? ദ്യുതി ലിൻഡ ഷെനൽ. ഓ, ഉടുപ്പ് കണ്ടോ? എന്ത് രസാ. ആ ഷൂസ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതെ. മറ്റു കാര്യം ഒന്ന് പറയോ, എന്തുകൊണ്ടാ ഇവിടെ വരുമ്പോ ഒരു പേടി? എന്തിനാ പേടി? പേടി ഉണ്ടോ സത്യത്തില്? കാരണം കേൾക്കുമ്പോൾ എല്ലാരും ഞെട്ടും. എല്ലാരും ഞെട്ടും. എന്താ പേടി? ഓർക്കസ്ട്രക്കാര്. അതെന്തിനാ പേടി? കണ്ടോ, നിങ്ങൾക്ക് അഭിമാനിച്ചൂടെ? ഇത്ര നാൾ എല്ലാരും എടാ പോടാ വന്നല്ലായിരുന്നോ? ഒരാളെ പേടിക്കുന്നു. എന്താ പേടിക്കാൻ കാരണം? അത് ഓർക്കസ്ട്ര വരുമ്പോ വരി മറന്നു വന്നു. അത് ശരിയാ, അതാണ് പ്രശ്നം. പാവം. അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് പേടി വരണ്ടോ? കുറച്ച് അങ്ങോട്ട് നോക്കുമ്പോ ആക്ച്വലി പേടി വരുന്നുണ്ട്. ആരെ ഏറ്റവും പേടി അതിന്റെ അകത്ത്? തബല ചേട്ടനെയാണ് പേടി. തബല 2 ചേട്ടന്മാരുണ്ട്. അതിൽ ഏത് ചേട്ടനാ? ഇതിൽ ഏത് ചേട്ടനെയാ പേടി? തബല നമ്പർ 1 ചേട്ടനെയോ നമ്പർ 2 ചേട്ടനെയോ? കൈ പൊക്കിക്കോ, നമ്പർ 2. ഇതാണോ ആനന്ദ് ഭായി? അത് ശരി. ആനന്ദ് ഭായിയാണ് ഏറ്റവും പാവം. മുരളി ആളെ പ്രശ്നക്കാരനാണ്, പക്ഷെ ആനന്ദ് ഭായി. അപ്പൊ ദ്യുതിക്കുട്ടി ഏത് പാട്ടാ പാടണേ? എൻ പൂവേ പൊൻപൂ. എൻ പൂവേ പൊൻപൂവേ ആലിംഗാരം പൂവേ കനവും നീ നിലവും നീ വായു വായു വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ കനവും നീ നിലവും നീ വായു വായു വാവേ. അപ്പോ ഡീറ്റെയിൽസ് പറട്ടെ. മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാർ. Yes. ലിറിക്സ് ബിച്ചു തിരുമല സാർ. Yes. തിരുമല സാർ. പാടിയത് എസ് ജാനകി അമ്മ. ഫിലിം പപ്പയുടെ സ്വന്തം അപ്പൂസ്. വർഷം വർഷം 1992. വെരി ഗുഡ് വെരി ഗുഡ്. ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങണ്ട അതെ അതെ ബാലൻസ് ചെയ്യാൻ തോന്നുന്നു. ഇങ്ങനെ ഒരു സ്പ്രിംഗിലാണ് ഇടയ്ക്ക് അതെ ഇങ്ങനെ അതെ പൊങ്ങും, അതെ. പിന്നെ തിരിച്ചു പോരും. അപ്പൊ സൂപ്പറായിട്ട് പാടൂലേ? തുടങ്ങാം. തുടങ്ങാം. ഓൾ ദി ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഗുഡ്, സൂപ്പർ സൂപ്പർ കാലക്കി, മിടുക്കി കുട്ടിയാണ്. കുഞ്ഞിന്റെ പാട്ട് കണ്ണു നനയാതെ കേൾക്കാനേ പറ്റില്ല. അതാണ് എന്റെ സത്യം. വെറുതെ അല്ല അച്ഛനും അമ്മയും അവിടെ പോയത്. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു രണ്ടുപേരും, ലിൻഡയും ഷെനിലും. എന്തായിരുന്നു അത്? ശരി, പിന്നൊരു കഥയുണ്ട്. എന്താണത്? ഞങ്ങൾക്ക് വൈകി വന്ന ഒരു വസന്തമാണ് ഈ കുട്ടി. ഞാൻ ദുബായിലായിരുന്നപ്പോൾ ഞാൻ എമിറേറ്റ്സ് എയർലൈൻസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജോലിയൊക്കെ ഒഴിവാക്കിയതും ഇവൾക്ക് വേണ്ടിയാണ്. ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഇവളുണ്ടായത്. അപ്പോൾ ഇവൾക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ ഞാൻ ഇവള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, വൈഫ് ടീച്ചറാണ്. ഞാനായിരുന്നു ഇവൾക്ക് അച്ഛനും അമ്മയും എല്ലാം. അപ്പോൾ ഇവള് വന്നതിന് ശേഷമാണ് ഞാൻ ലഞ്ച് കഴിക്കാറ്. അപ്പോൾ ഞാൻ കിടത്തിയിട്ടിരിക്കുകയായിരുന്നു. ഒരു 3 മാസം പ്രായമായിരുന്നു. എങ്ങനെയോ അവളെ എൻ്റെ അടുത്ത് വന്നപ്പോഴേ കുഞ്ഞെങ്ങനെയോ നിറങ്ങി താഴെ വീണു. തലയിടിച്ചാണ് വീണത്. അപ്പോൾ തന്നെ ഛർദി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളെടുത്ത് ഓടുകയായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമയിലെ സീൻ ഓർമ്മ വന്നു, കുട്ടി പാടിക്കൊണ്ടിരിക്കുമ്പോഴേ. 2-3 മണിക്കൂർ ഞാൻ അനുഭവിച്ച ആ ഒരു വേദന, ടെൻഷൻ. ഒന്നും പറ്റിയില്ല, എന്നാലും. ലിൻഡ, ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ അതിനെപ്പറ്റി എന്തായാലും പറഞ്ഞാൽ കൂടുതൽ ഇമോഷണൽ ആയിപ്പോ. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കോമഡി ഓർമ്മ പറയാം ദ്യുതിന്റെ. അതായത് ദ്യുതി ഒരു 3-3.5 വയസ്സായ സമയത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടി തുടങ്ങുമ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ വേസ്റ്റ് ഒക്കെ കൂട്ടി കത്തിക്കുമല്ലോ. അപ്പൊ അതിലിങ്ങനെ പുക വരുമ്പോ ദ്യുതി ഓടിപ്പോയിട്ട് ഒരു ഷോളൊക്കെ ഇട്ട് വന്നിട്ട് ഈ പാട്ട് പാടി അതിന്റെ മുന്നിലൂടെ നടക്കുമായിരുന്നു. അപ്പൊ അത് ഫിലിമിൽ കണ്ടപ്പോ ഇങ്ങനെ ശോഭന ഇങ്ങനെ പുകയിലൂടെ അപ്പൊ അതിങ്ങനെ ചെയ്യായിരുന്നു എപ്പോഴാണെങ്കിലും. അപ്പൊ ഇവക്ക് വേണ്ടിട്ട് നമ്മളിങ്ങനെ തീ കത്താണ്ട് വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് പുകയാക്കിയിട്ട് വെക്കും. എന്റെ ദൈവമേ. അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഈ നമ്മുടെ കൺമണി അല്ലേ, നമ്മുടെ ദ്യുതി ലിൻഡ ഷെനിൽ സൂപ്പറായിട്ട് പാടും. ഇത്രേ ഉള്ളൂ. താങ്ക് യു. വളരെ പ്രത്യേകത ഉള്ള കുട്ടിയാണ് കേട്ടോ ഓരോ കാര്യത്തിലും. പക്ഷെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉണ്ട്. അതെ അതെ, കറക്റ്റ്. അതൊരു വലിയ പ്രത്യേകതയാണ് ഈ കുഞ്ഞിനെ സംബന്ധിച്ച്. നമുക്ക് തോന്നും അതായത് ദ്യുതി കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ചുറ്റും എല്ലാം, അതാണ് ഞാൻ പറഞ്ഞത് തബല എന്നെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറയാനായിട്ടുള്ള കാരണം ആ ഒബ്സർവേഷനാണ്. ആ ഒബ്സർവേഷന് ഒരു നല്ല കൈയടി കൊടുക്കാം, അസല കൈയടി കൊടുക്കാം. എല്ലാം അമ്മുക്കുട്ടിയാണ്. താങ്ക് യു കുട്ടിയാണ്. പിന്നെ ആ പല്ലവിയിൽ അവസാനം ഒരു ഹമ്മിങ് പാടില്ലേ, അത് സൂപ്പറായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഒന്നുകൂടെ പാടി തരും പ്ലീസ് 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 പ്ലീസ്. നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും അതിന്ന്. അതെ. ഏയ് കുഞ്ഞ് ഇതിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്. വെറും 3ാം ക്ലാസ്സിലാ? അതെ, 3ാം ക്ലാസ്സിലാണെങ്കിൽ 7 വയസ്സായിട്ടേ ഉള്ളൂ. നേരത്തെ സ്കൂളിൽ ചേർത്തു. എനിക്ക് തോന്നുന്നു ആ അനുപല്ലവി പാടിയപ്പോ ശരിക്കും ജാനകിയമ്മ കേട്ട് 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 എനിക്ക് തോന്നി ചില സ്ഥലങ്ങളിലൊക്കെ ഒരു കുട്ടി ജാനകിയമ്മ പാടുന്നതായിട്ട്. അതെ, വളരെ ശരിയാണ് അത്. ആ ശബ്ദത്തിൽ തന്നെ ജാനകിയമ്മയുടെ എന്തൊക്കെയോ ഒരു ആ വോയിസിന്റെ ഒരു മാൻഡ്രിസം കൊണ്ടുവരാനായിട്ടുള്ള എന്തൊരു ശ്രമിച്ചിട്ടുണ്ട്. അറിയാതെ അത് വന്നിട്ടുണ്ട്. അത് സൂപ്പറാണ്. അത് ഇമിറ്റേഷൻ അല്ല. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു മോഡൽ വേണം. ആ മോഡലിലാണ് കുഞ്ഞുങ്ങൾ വർക്ക് ചെയ്യണത്. പിന്നെ കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്കും സ്വന്തമായിട്ടുള്ള വഴികൾ വന്നു ചേരും. അപ്പൊ ഇതിനകത്ത് കൂടുതൽ കറക്ഷൻ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയും പാടിച്ച് കറക്റ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 3ാം ക്ലാസ്സില് ഈ കുഞ്ഞ് ഈ പാട്ട് ഇങ്ങനെ പാടുന്നില്ലേ, അതാണ് ഒരു ബട്ടർഫ്ലൈയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കേണ്ട ഒരു പ്രായമാണ്. നമുക്ക് പറന്ന് പോവാം പാട്ടില്. ചിറക് വെച്ചേരട്ടെ, എന്നിട്ട് പറന്നു പോവാട്ടോ. നോക്കാണ് ചിറകുണ്ടോ, ചിറക് വരും കേട്ടോ. ചിറക് മുളച്ചു തുടങ്ങിയിട്ടുണ്ട് പുറകില്. മിടുക്കി കുട്ടി, എനിക്കും ഭയങ്കര ഇഷ്ടായി. ഓ, ഈ പ്രായത്തില് ഇങ്ങനെ പാടുക, അതും അനങ്ങാണ്ട് നിന്ന് ഒരു കുഴപ്പമില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള പോലെ പാടുക. അത് വേറെ 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 എന്താ പറയാ, കഴിവിന്റെ അറ്റമാണത്. ഞാനും ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ്. കാരണം ഈ കുഞ്ഞു പ്രായത്തില് ഈ 7 വയസ്സ് അല്ലേ,
ആ. നേരത്തെ സ്കൂളിൽ കൊണ്ട് ചേർക്കുകയും ചെയ്തു. ആ. ഈ 7 വയസ്സിൽ ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ ആ. ഭയങ്കര ഡബ് വലിയ ചെയ്യാം. സംഭവമാണ് അതൊക്കെ ഞാൻ ഡബ് ചെയ്യാം. Thank you. കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. കാരണം ഇത് തന്നെ വളരെ അത്ഭുതമാണ് ഇപ്പൊ നടന്നത്. ഈ പ്രായത്തിൽ ഈ പാട്ട് ഇത്ര ഭംഗിയായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ ആ ഹമ്മിങ് ഒക്കെ ചിലപ്പോൾ സീനിയർ ആയിട്ടുള്ള പല സിംഗേഴ്സിനും ചിലപ്പോൾ പാളിപ്പോകും. ദ്യുതിക്കുട്ടി ഒരു സാധാരണ ഒരു ആളല്ല. സംതിങ് ബിയോണ്ട് ദാറ്റ്. എന്തോ ഒരു വലിയ സംഭവമാണ്. നമ്മുടെ സ്പെഷ്യൽ ഗേൾ ആണ് അല്ലേ? ആണോ? ആയിരിക്കും. പുതിയൊരു വാക്ക് വന്നു ഗൈസ്. അതെ, പുതിയ വാക്ക് വന്നു. അപ്പൊ എന്തായാലും മിടുക്കിയാണ്. ഓൾ ദ ബെസ്റ്റ്. ദ്യുതികുട്ടി, വീട്ടിലൊരു പേരും കൂടെ ഇല്ലേ? ആ. എന്തായിരുന്നു അത്? നാനി. മിന്നാനി. മിന്നാനി. ആഹാ. അതൊരു വളരെ പ്രത്യേകതയുള്ള പേരല്ലേ? അതെ. ആ. മിന്നാനി. ഉം. മുത്തുക്കുട്ടിയല്ലേ? ആ, അതെ. മാർക്ക് വേണ്ടേ? ആ. ആ, അതാണ് 99 out of 100. നമ്മുടെ മിന്നാനിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. അപ്പൊ ആരുടെ കയ്യിൽ നിന്നാ ഗിഫ്റ്റ് വേണ്ടേ? ജയചന്ദ്രൻസ്. ആ. തബലയിൽ അങ്കിളിനെ കൂടെ വിളിച്ചാലോ? തബല നമ്പർ 2 വേണ്ട. വേണ്ട. നമ്മുടെ മിന്നാനി കുഞ്ഞിന് വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഹായ്. അപ്പൊ താങ്ക് യു ചേച്ചി, ചേട്ടാ, താങ്ക് യു. മിന്നാനിക്കുട്ടി, ബൈ ബൈ. ടാറ്റാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ ജഡ്ജസ്, നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ കേട്ടു. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാണ്. പക്ഷെ ആരും വിഷമിക്കണ്ട, നമ്മള് ഇതേ സമയം അടുത്ത ദിവസം വീണ്ടും കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.